ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അല്ലേ, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു പിക്ചറുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഹീലിയം ബലൂൺസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ 6.022 × 10⁻23 ഏത് നമ്പറായിരുന്നു? അവഗാഡ്രോ നമ്പർ അല്ലേ. ഒരു മോൾ ഉണ്ടെങ്കിൽ ഇത്രയും എണ്ണം അതിൽ തന്മാത്രകൾ ഉണ്ടാവും എന്ന് പഠിച്ചു. അതുപോലെ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഏത് നിയമത്തിനെ കുറിച്ചാണ് പറയുന്നത്? താപം കൂടുമ്പം എന്താണ് വ്യാപ്തം, താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയുന്നു, താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. നമ്മൾ 3 നിയമം പഠിച്ചിരുന്നു അല്ലേ? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ഇതിലെ ചാൾസ് നിയമമാണ് നമ്മുടെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്നത്. അപ്പോൾ അത് രണ്ടും നേർ അനുപാതത്തിലായിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. സ്ഥിരമായ താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം. ചോദ്യം ശ്രദ്ധിക്കുക. സ്ഥിരമായ താപനിലയിലും മർദ്ദത്തിലും. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതവിടെ സ്ഥിരമായിട്ടിരിക്കുകയാണ്. നമ്മൾ നോക്കേണ്ടത് എന്താ? വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം. ഏത് നിയമമായിരുന്നു? അവഗാഡ്രോ നിയമമായിരുന്നു അല്ലേ? അപ്പം ക്വസ്റ്റ്യനുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു പദാർത്ഥത്തിൻ്റെ തിളനില 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ പദാർത്ഥം വാതക നിയമങ്ങൾ അനുസരിച്ച് എത്ര കെൽവിന് മുകളിലുള്ള താപനിലയായിരിക്കും? നമ്മൾ എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ കെൽവിനിലോട്ട് ഈ അളവിനെ മാറ്റണം? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? കെൽവിൻ്റെ നമ്പറാണ് 273. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ള നമ്പറിനോട് കൂടെ 273 ആഡാക്കിയാൽ നമുക്ക് കെൽവിനിലെ നമ്പർ കിട്ടും. അപ്പോൾ 273 + 3 ചെയ്താൽ നമുക്ക് 276 K എന്ന് കിട്ടും അല്ലേ? ഓക്കെ. അപ്പം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെ നോക്കാം. താപനിലയും കെൽവിനും തമ്മിൽ എങ്ങനെയൊക്കെയാണെന്ന്. 50 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ നമുക്ക് ഇവിടെ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്, നമുക്ക് കെൽവിനിലോട്ട് മാറ്റണം. അപ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ കെൽവിൻ നമ്പറായിട്ടുള്ള 273 ആഡ് ചെയ്യണം. അപ്പം 50 + 273 ആഡ് ആക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? എത്ര കെൽവിനാണ് കിട്ടുക? 323. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കെൽവിൻ നമ്പർ 300 തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതേ 273 300 മൈനസ് ചെയ്താൽ കിട്ടും അല്ലേ? അപ്പം 300 - 273 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 27 കിട്ടും അല്ലേ? ഓക്കെ. ഇനി 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? +273. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 40 + 273 313. അപ്പോൾ ഇങ്ങനെ ആൻസറുകൾ വരും. കെൽവിനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 273 മൈനസ് ചെയ്യുക. ഡിഗ്രി സെൽഷ്യസിൽ തന്നതാണെന്നുണ്ടെങ്കിൽ 273 പ്ലസ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 atm മർദ്ദത്തിൽ 1200 ലിറ്ററാണ്. ഈ വാതകത്തിൻ്റെ വ്യാപ്തം 30 ലിറ്ററാക്കി മാറ്റാൻ എത്ര മർദ്ദം പ്രയോഗിക്കണം? നമുക്ക് ഇവിടെ atm എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മർദ്ദത്തിൻ്റെ അളവാണ് atmൽ പറയുക. ലിറ്റർ എന്ന് പറയുമ്പോൾ വ്യാപ്തമാണ് പറയുന്നത്. അപ്പോൾ മർദ്ദവും വ്യാപ്തവും തമ്മിൽ ബന്ധം ഉള്ളതിന് നിയമം ഏതായിരുന്നു? ബോയിൽ നിയമമാണ് അല്ലേ? ആ ബോയിൽ നിയമത്തിൻ്റെ സമവാക്യമാണ്
P1 V1 ഈക്വൽ P2 V2. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണെന്ന് നോക്കുക. അതിൻ്റെ സമവാക്യം അപ്പം മനസ്സിലേക്ക് വരണം. അപ്പോൾ P1 V1 ഈക്വൽ P2 V2 എന്നുള്ളതാണ് ബോയിൽ നിയമത്തിൻ്റെ സമവാക്യം. ഇവിടെ നമുക്ക് ഓരോന്നിനെയും കണ്ടെത്തണം. P1 ഏതാണ് ഇവിടെ? ഒരു ATM. V1 1200 ലിറ്റർ. ഇനി P2 ഈ വാതകത്തിൻ്റെ വ്യാപ്തം 30 ലിറ്റർ ആക്കി മാറ്റാൻ എത്ര മർദ്ദം പ്രയോഗിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ P2നെയാണ് കണ്ടെത്തേണ്ടത്. V2 ആണ് 30 ലിറ്റർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് P2 ആണ് കണ്ടെത്തേണ്ടത്. ഓരോന്നും എടുത്തെഴുതാം. അതിനുശേഷം നമ്മുടെ സമവാക്യം എഴുതിയതിന് ശേഷം നമുക്ക് കാണാനുള്ളതിനെ മുന്നിലോട്ടിട്ടിട്ട് ബാക്കി രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് എഴുതാം. ഫസ്റ്റിലുള്ളവരെ ഈക്വലിൻ്റെ മുന്നിലുള്ളവരെ മുകളിലും ശേഷമുള്ളത് താഴെയായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിന് നമ്പേഴ്സ് കൊടുക്കാം. ഓക്കെ, നമ്പേഴ്സ് കൊടുത്താൽ നമുക്ക് P1ൻ്റെ നമ്പർ 1 ആയിരുന്നു. V1 1200, V2 30. അതിനെ നമുക്ക് ചെയ്യാം അല്ലേ. 30 ഈ സീറോയും വെട്ടിക്കളയാം. 120ഉം 3ഉം കൂടെ 3ൻ്റെ ഗുണനത്തിൽ പോവില്ലേ. 3ൻ്റെ ഗുണനത്തിൽ 12, 4 3 12. അപ്പോൾ ആ 0യും കൂടി ഇട്ട് കൊടുത്താൽ 40 കിട്ടും അല്ലേ. പിന്നെ 40 × 1 അല്ലേ. അപ്പോൾ 40 അന്നെ ആൻസർ കിട്ടും. അപ്പോൾ P2 എന്ന് പറയുന്നത് 40. ഇനി ATM കിട്ടിയത് പ്രഷർ നമ്മൾ പറയുന്നത് എപ്പോഴും ATMലാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നോക്ക്, 710 ഗ്രാം ക്ലോറിൻ വാതകത്തിൽ തന്മാത്രകളുടെ എണ്ണം എത്ര? ക്വസ്റ്റ്യൻ. 710 ഗ്രാം ആണ് ക്ലോറിൻ വാതകം. അപ്പം നമ്മൾ തന്മാത്രകളുടെയും എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണണ്ടേ? മോള് കാണണം അല്ലേ. അപ്പോൾ മോള് കാണാനുള്ള സമവാക്യം എന്തായിരുന്നു? തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. ക്ലോറിൻ 2ൻ്റെ മാസ്, മോളാർ മാസ് എന്ന് പറയുന്നത് 71. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 710 ഡിവൈഡഡ് ബൈ 71. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 10 എന്ന ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 10 മോളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിലുള്ള തന്മാത്രകൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 10 മോളിലുള്ള തന്മാത്രകൾ കണ്ടുപിടിക്കാൻ 10 × 6.022 × 10⁻23 തന്മാത്രകൾ കാണാൻ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരുന്നത്. 10 × 6.022 × 10⁻23 തന്മാത്രകൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം, ഇതിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ക്ലോറിൻ 2 എന്ന് പറയുമ്പോൾ 2 ആറ്റങ്ങളുണ്ട്, 2 ക്ലോറിൻ ആറ്റങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആകെ ആറ്റങ്ങൾ ഏതാണ്? നമ്മൾ ഇപ്പോൾ 10 × 6.022 × 10⁻23 എന്ന് ചെയ്തല്ലോ. ഇതിൻ്റെ ആൻസർ കാണണം എന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാൻ നമുക്ക് 2 ക്ലോറിനാണല്ലേ ഉള്ളത്. അപ്പോൾ 2 × 10 × 6.022 × 10⁻23 ഇങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ആദ്യം എത്രയാണോ ക്ലോറിൻ ആറ്റങ്ങൾ? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × എന്ന് വെച്ചിട്ട് പിന്നെ 10 × 6.022 × 10⁻23 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് 156.8 ലിറ്റർ STP ഉള്ള ഒരു വാതകത്തിൻ്റെ ആകെ മോളുകളുടെ എണ്ണം കണ്ടെത്താൻ. 156.8 ലിറ്ററാണ്, STPയിലാണ്. STP എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം STPയിൽ എടുത്താൽ 22.
അപ്പോൾ ഇവിടെ മോളുകളുടെ എണ്ണം കണ്ടെത്താനാണ്. മോളുകളുടെ എണ്ണം കണ്ടെത്താൻ നമുക്ക് അറിയാം തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്സാണ്. ഇവിടെ STP എന്ന് പറയുമ്പോൾ നമ്മൾ വ്യാപ്തമാണ് കാണുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ മോളാർ വ്യാപ്തം എന്നാക്കണം. ഏത് വാതകത്തിൻ്റെയും മോളാർ വ്യാപ്തം STPയിൽ 22.4 ആണല്ലോ. അപ്പോൾ താഴെ നമ്മൾ 22.4 എഴുതുന്നു, 1 മോൾ ആണെങ്കിൽ കേട്ടോ. പിന്നെ 156.8 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7 മോൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് പോയിന്റ് കാണുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. പോയിന്റിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ് പോയിന്റിനെ ഒഴിവാക്കി ചെയ്യുമ്പോൾ? 156 പോയിന്റ് ഇടാതെ 8 ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡിവൈഡഡ് 224. ഇത് ചെയ്യാം. എങ്ങനെ കിട്ടും എന്നറിയോ? 224നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാട്ടോ. ഇപ്പോൾ ഇവിടെ 7 ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. 224നെ 7 കൊണ്ട് ഗുണിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. 4 28 അല്ലേ? അപ്പം 2 14 15 16 2 14 15 കണ്ടോ? 1568 കൃത്യമായിട്ട് കിട്ടിയില്ലേ? 68. അപ്പോൾ 7 മോൾ എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്നത് കണക്കാക്കാനാണ്. 1 കിലോഗ്രാം CaCO3യിൽ എത്ര CaCO3 മോൾ ഉണ്ട് എന്നാണ്. മോളിൻ്റെ എണ്ണമാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആറ്റോമിക മാസ് കിട്ടണം. CAൻ്റെത്, കാർബണ്, ഓക്സിജന് ഒക്കെ കിട്ടണം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് കേട്ടോ. കാൽസ്യത്തിൻ്റെത് 40 കാർബണിൻ്റെത് 12 ഓക്സിജൻ്റെത് 16. അപ്പോൾ നമുക്ക് സിമ്പിളായി CaCO3ൻ്റെ മോളിക്കുലാർ മാസ് കണ്ടെത്താൻ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പോൾ Ca എന്ന് പറയുന്നത് 1 ഉള്ളൂ. അപ്പോൾ 40 കിട്ടി. പിന്നെ കാർബണിന് 40 പ്ലസ് പിന്നെ കാർബണിൻ്റെത് 12, കാർബണിൻ്റെ 12, അപ്പോൾ പ്ലസ് 40 പ്ലസ് 12 പ്ലസ് പിന്നെ ഓക്സിജൻ 3 ഉണ്ട്. അപ്പോൾ 16 × 3 വരും അല്ലേ? അപ്പോൾ 48 എന്ന ആൻസർ കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 100 എന്ന ആൻസർ കിട്ടും. അപ്പോൾ CaCO3യുടെ മോളാർ മാസ് എന്ന് പറയുന്നത് 100 ഇനി നമുക്ക് ഇതിൻ്റെ മോള് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് മോള് കാണാൻ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസാണ്. ഇവിടെ തന്നിരിക്കുന്ന മാസ് എത്രയാ? 1 കിലോഗ്രാം. 1 കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ ഗ്രാമിലേക്ക് മാറ്റിയാൽ നമ്മൾ 1 കിലോഗ്രാം എന്നുള്ളത് 1000 ഗ്രാം ആവും അല്ലേ? അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ ഇവിടെ തന്നിട്ടുള്ള മോളാർ മാസ്, നമ്മുടെ CaCO3യുടെ മോളാർ മാസ് എന്ന് പറയുന്നത് 100. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ 10 മോൾ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 88 ഗ്രാം CO2ൽ അടങ്ങിയിട്ടുള്ള അത്രയും എണ്ണം NH3 തന്മാത്രകളുടെ മാസ്. അപ്പോൾ നമുക്ക് CO2ൻ്റെ അതിൽ എത്ര മാസാണ് എന്ന് നോക്കണം. എന്നാലാണ് NH3യുടെ മാസ് നമുക്ക് കിട്ടുക. അപ്പോൾ 88 ഗ്രാം CO2 ആണ്. അപ്പോൾ CO2 1 മോൾ CO2 അഥവാ CO2ൻ്റെ മോളിക്കുലാർ മാസ് എത്രയാ? 44 അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താലാണ് നമുക്ക് CO2ൻ്റെ മോളുകളുടെ എണ്ണം കിട്ടുക അല്ലേ? അപ്പോൾ 88 ഡിവൈഡഡ് ബൈ 44 ചെയ്യണം അല്ലേ? അപ്പോൾ മോളിൻ്റെ എണ്ണം കിട്ടി, 2 മോൾ എന്ന് കിട്ടി. അപ്പോൾ ഇതേ 2 മോളായിരിക്കും ഈ NH3 തന്മാത്രകൾ ഉണ്ടാവുക. ഒരേ അളവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഇനി NH3യുടെ മോളാർ മാസ് എത്രയാണ്? നൈട്രജൻ്റെത് 14,
ഹൈഡ്രജൻ്റെത് 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ മോളാർ മാസ് 17 ഇനി മാസ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് മോൾ എത്രയാണെന്ന് അറിയാം. അപ്പം മോളും പിന്നെ മോളാർ മാസും കൂടി ഗുണിച്ചാൽ അതിൻ്റെ മാസ് കിട്ടും. ഇനി STPയിൽ സ്ഥിതി ചെയ്യുന്ന 22.4 ലിറ്റർ CO2ൻ്റെ മാസ് കാണണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കെങ്ങനെ കാണാം? STPയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 22.4 CO2ൻ്റെ മാസ്. സ്ഥിതി ചെയ്യുന്ന 22 അപ്പോൾ നമുക്കറിയാലേ 22.4 എന്ന് പറയുന്നത് 1 മോളിൻ്റെ വ്യാപ്തമല്ലേ? ഏത് വാതകമാണെന്നുണ്ടെങ്കിലും 1 മോളിൻ്റെ വ്യാപ്തമായിരിക്കും 22.4 അല്ലേ? അപ്പോൾ അത്രയും മോളിൻ്റെ മോളിക്കുലർ മാസ് എത്രയായിരുന്നു? 44 ഗ്രാം അല്ലേ? CO2ൻ്റെ പിന്നെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 44 അത് 1 മോളായിരിക്കുമല്ലോ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സിലിണ്ടറിൽ 400 ലിറ്റർ ഗ്യാസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ താപനില എന്ന് പറഞ്ഞത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മർദ്ദം സ്ഥിരമാണ്. ഇവിടെ തന്നിട്ടുള്ളത് ലിറ്ററും ഡിഗ്രി സെൽഷ്യസും ആണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധത്തിന് ഏത് നിയമമാണ്? ചാൾസ് നിയമം അല്ലേ? അപ്പോൾ ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഇതിൻ്റെ വ്യാപ്തം 200 ലിറ്റർ ആണെങ്കിൽ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ വ്യാപ്തം 200 ലിറ്റർ ആക്കുമ്പോൾ താപനിലയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് സമവാക്യം അറിയണം. ചാൾസ് നിയമത്തിൻ്റെ സമവാക്യം V1T1 ഈക്വൽ V2T2 എന്നാണ് അല്ലേ? ഇതിൽ ഓരോന്നും നമുക്ക് എടുത്തെഴുതാം. V1 400 ലിറ്റർ ആണ്. T1 27 ആണ്. 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് 273 കൂട്ടണം. കെൽവിനിലോട്ട് ആക്കണം അല്ലേ? അപ്പോൾ പ്ലസ് 273 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? V2T2 കിട്ടണം. ഇവിടെ ഏതൊക്കെയുണ്ട്? 200 ലിറ്റർ ഉണ്ട് അല്ലേ? 200 ലിറ്റർ ഏതാണ്? V2 ആണ്. V2 നമ്മൾ 200 ലിറ്റർ എഴുതി. T2 ഇവിടെ കാണണം. T2 നമുക്കറിയില്ല. ഓരോന്നും ഇതിനനുസരിച്ച് എഴുതി കൊടുക്കാം. 400 ആണ് V1, 400 എഴുതി. 300 T1 എഴുതി. ഇനി 200 എന്താണ്? V2, T2 നമുക്കറിയില്ല. ഓക്കെ അല്ലേ? ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാം. എങ്ങനെ ക്രോസ് ചെയ്യണം? എഴുതി കാണിച്ചു തരാം കേട്ടോ. 400 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ 200 ഡിവൈഡഡ് ബൈ T2 എന്നാണല്ലോ. അപ്പോൾ ഇതിനെങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾക്ക് 400 ഇൻറ്റു T2 200 ഇൻറ്റു 300 അങ്ങനെ കിട്ടൂലേ? അങ്ങനെ എഴുതാം. എന്നിട്ട് നമുക്ക് T2 കാണേണ്ടത്. അപ്പോൾ T2 ഫ്രണ്ടിലേക്ക് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷമുള്ളവരെ ക്രോസ് ചെയ്ത് കണ്ട് എഴുതാം. 200 ഇൻറ്റു 300 എഴുതണം. ഇവിടെ T2 കൂടെ ഉള്ള ആളെ താഴത്തേക്ക് എഴുതിയിട്ട് ബാക്കിയുള്ളത് മുകളിലേക്ക് എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്തൂടെ? എങ്ങനെ ചെയ്യാം? ഇവിടെ 2 3 6 വരും അല്ലേ? 2 3 6 അപ്പോൾ 600 കിട്ടും. 600 ഈ സീറോകൾ വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് തന്നെ ഗുണിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനെ ഈ 2 സീറോനെ വെട്ടിയിട്ട് ഇവിടെ 200 3 കൂടി ഗുണിച്ചാൽ 600 കിട്ടും. 600 ഡിവൈഡഡ് ബൈ 4 ഉണ്ടാവും അല്ലേ? പിന്നെ അതിനെ 2നെയും കൂടി ഹരിക്കണം. അപ്പോൾ 150 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ ആണോ?
ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. STPയിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. STPയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം. ഇവിടെ CH4ഉം ഓക്സിജനും കൂടിയിട്ട് എന്തുണ്ടാവണം? കാർബൺ ഡൈ ഓക്സൈഡും H2Oയും കിട്ടുന്നതാണ് രാസപ്രവർത്തനം. അപ്പം 10 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എത്ര മോൾ മീഥെയ്ൻ ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് മോളിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതണം. അപ്പോഴാണ് ഇവിടെ ഇത് കിട്ടുക. മോളിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എഴുതാം? ഈ CH4 എത്ര മോളായിരിക്കും? 1 മോൾ അല്ലേ? ഓക്സിജൻ 2 മോള്, കാർബൺ ഡൈ ഓക്സൈഡ് 1 മോള്, H2O 2 മോള് ആണല്ലോ. ഇനി നമുക്ക് 10 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 1 മോള് മീഥെയ്ന് കിട്ടാൻ 2 മോളാണ് ഓക്സിജൻ പ്രവർത്തിച്ചത് അല്ലേ? ഓക്സിജന് 1 മോള് മീഥെയ്ൻ കിട്ടാനല്ല, മീഥെയ്നിൻ്റെ കൂടെ 2 മോൾ ഓക്സിജനാണ് പ്രവർത്തിച്ചത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 10 മോള് പ്രവർത്തിക്കാൻ 1 മോള് പ്രവർത്തിക്കാൻ നമ്മൾ കണ്ടെത്തണം അല്ലേ? 2 ഓക്സിജൻ്റെ കൂടെ 1 മോളാണെന്നുണ്ടെങ്കിൽ 1 ഓക്സിജൻ്റെ കൂടെ 1/2 മോള് CH4 ആവൂലേ? അതിൻ്റെ പകുതി ആവൂലേ? ഇവിടെ 1 ആവുമ്പോൾ ഇവിടെ അതിൻ്റെ പകുതി ആവൂലേ? അപ്പോൾ 1 മോളാക്കാൻ നമുക്ക് ഇവിടെ 1/2 CH4 ആയിരിക്കും. ഇതിനെ നമ്മൾ ഇനി 10 മോളിൻ്റെത് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് 1 മോളിന് എത്രയാണെന്ന് മനസ്സിലായി. 1 മോൾ ഓക്സിജൻ പ്രവർത്തിക്കാൻ എത്ര CH4 വേണമെന്ന് മനസ്സിലായി. അപ്പം അതിനെ ഈ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പം എങ്ങനെ കിട്ടും? 1/2 ഇൻറ്റു 10 എന്ന് കിട്ടും. 5 മോള് എന്ന് കിട്ടും. 5 മോൾ ഓക്സിജന് 10 മോള് ഓക്സിജന് പ്രവർത്തിക്കുമ്പോൾ 5 മോൾ മീഥെയ്ൻ CH4 വേണ്ടി വരും. ഓക്കെ, ഇനി നോക്ക് ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ. 64 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായിട്ടും ജ്വലിക്കുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്, വ്യാപ്തം എന്നിവ കണ്ടെത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, മാസ് കാണാൻ പറഞ്ഞാലും നമ്മൾ ആദ്യം മോള് കണ്ടെത്തണം. അപ്പോൾ എന്താണ് മോള് കാണാനുള്ള സമവാക്യം എന്ന് നമുക്കറിയാം. ഇങ്ങനെയാണ്: തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? അപ്പോൾ CH4ൻ്റെ മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ CH4ൻ്റെ മോള് കണ്ടെത്താൻ തന്നിട്ടുള്ളത് 64 ഗ്രാമാണ്. അതിനോടുകൂടെ എന്താക്കണം? CH4ൻ്റെ മോളിക്കുലാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്, 16 എന്ന് തന്നിട്ടുണ്ട്. അതിനെ രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 മോൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് മോളാണ് ഇപ്പോൾ കിട്ടിയത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 64 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്, വ്യാപ്തമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്തണം? സമവാക്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 1 മോള് CH4ഉം 1 മോള് കാർബൺ ഡൈ ഓക്സൈഡും ആണ് അല്ലേ? 1 മോളാണ് CH4, 1 മോളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടി 4 മോളാണ് CH4 എന്ന് ഇല്ലേ? മോളുകളുടെ എണ്ണം കണ്ടെത്തിയപ്പോൾ 4 മോളാണ് CH4 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ 64 ഗ്രാം മീഥെയ്ന് പൂർണ്ണമായും പ്രവർത്തിക്കാൻ 4 മോള് എന്താണ്? CH4, 4 മോള് CH4 ആണ്. അപ്പോൾ അതേ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും വേണം. ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡും 1 മീഥെയ്നും അല്ലേ ഉള്ളത്. അപ്പോൾ 4 മോളാണ് CH4 എന്നുണ്ടെങ്കിൽ 4 മോള് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഓക്കെ, 4 മോൾ CH4ഉം 4 മോള് CO2 ഉണ്ടാവും. ഓക്കെ,
ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് കാണണം. മാസ് കാണുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 44. അപ്പോൾ നമുക്ക് കിട്ടിയ മോളിനെ, ഇപ്പോൾ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ല അതേപോലെ തന്നെ മോളിനെ ഈ മോളിക്കുലാർ മാസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് അതിൻ്റെ മാസ് കിട്ടും. ഓക്കെ, ക്ലിയർ? ഇനി എന്താ ചെയ്യണ്ടേ? വ്യാപ്തം കണ്ടുപിടിക്കണം അല്ലേ? മാസും വ്യാപ്തവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാപ്തം എങ്ങനെ നമ്മൾ കാണാം? ഒരു മോള് വാതകം ഏതായാലും STPയിൽ എടുക്കുമ്പോൾ 22.4 അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4 മോളാണല്ലോ. 4 × 22.4 അപ്പോൾ 89.6 എന്ന് ആൻസർ കിട്ടും. വ്യാപ്തം ആയതുകൊണ്ട് ലിറ്റർ, മാസ് ആവുമ്പോൾ ഗ്രാം. ഓക്കെ.